തമിഴ് സൂപ്പർ താരവും ടി.വി.കെ നേതാവുമായ വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. ഭർത്താവിന് വിവാഹേതര ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് സംഗീത വിവാഹമോചനം തേടിയിരിക്കുന്നത്. 2021 മുതൽ ഒരു നടിയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നും വിലക്കിയിട്ടും അത് തുടർന്നെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് വാഗ്ദാനം ചെയ്തെങ്കിലും പാലിച്ചില്ലെന്നും തങ്ങൾ 5 വർഷത്തിലേറെയായി വേർപിരിഞ്ഞാണ് ജീവിക്കുന്നതെന്നും പറഞ്ഞ സംഗീത, നടിക്കൊപ്പം വിജയ് വിദേശയാത്രകൾക്ക് പോകുന്നതും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നതും തനിക്കും മക്കൾക്കും അപമാനകരമാണെന്നും പരാതിയിൽ വ്യക്തമാക്കി. നമസ്കാരം കൂട്ടുകാരെ. തമിഴ് സിനിമാ ലോകത്തെ അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെന്നൈയിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. നമ്മൾ സ്ക്രീനിൽ കണ്ട് ആരാധനാപാത്രമായിട്ടുള്ള ദളപതി വിജയ് തന്റെ 27 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണോ? ഏതായാലും ഈ ചോദ്യത്തിന് ഇപ്പോൾ അതെ എന്നുള്ള ഉത്തരം ലഭിക്കുന്ന തരത്തിലാണ് കോടതിയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെ വെറും ഒരു സിനിമാ ഗോസിപ്പായിട്ടല്ല കേട്ടോ, മറിച്ച് ഒരു കുടുംബത്തിന്റെ തകർച്ചയും അതിന് പിന്നിലെ കാരണങ്ങളും സമൂഹത്തിലുണ്ടാകുന്ന ആഘാതവുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആ പഴയ ചരിത്രത്തിലേക്കൊന്ന് പോകാം. 1996 ഒരു സാധാരണ ആരാധികയായിട്ട് വന്ന സംഗീത സ്വർണലിംഗം എങ്ങനെയാണ് വിജയുടെ ജീവിതത്തിന്റെ കപ്പൽ നിയന്ത്രിക്കുന്ന അമരക്കാരിയായത് എന്ന് നമ്മൾ കണ്ടതാണ്. വിജയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സംഗീത ഉണ്ടായിരുന്നു. എന്നാൽ 2021 ഈ ഒരു ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണതായിട്ടും സംഗീതയുടെ വിവാഹമോചന ഹർജിയിൽ പറയുന്നുണ്ട്. ഒരു കാലത്ത് വിജയുടെ കടുത്ത ആരാധികയായിരുന്നു സംഗീത. ഇത് പിന്നീട് പ്രണയത്തിലേക്കും ഇരു കുടുംബങ്ങളുടെയും അനുവാദത്തോടെയുള്ള വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു. ഗോസിപ്പ് കോളങ്ങളിൽ ഒരിക്കലും ഉൾപ്പെടാതെ നിന്ന വിജയ് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന വ്യക്തിയായാണ് സിനിമാ വൃത്തങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ കൃത്യമായി വീട്ടിൽ വരികയും കുടുംബത്തിനൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യുന്ന അദ്ദേഹവും ഭാര്യ സംഗീതയും തമ്മിൽ ഊഷ്മളമായ ബന്ധമായിരുന്നുവെന്നാണ് സമീപകാലം വരെ ആരാധകരും കരുതിയിരുന്നത്. തമിഴിലെ ഒരു പ്രമുഖ നടിയുമായിട്ട് വിജയ്ക്കുണ്ടെന്ന് പറയപ്പെടുന്ന ആ ഒരു ബന്ധമാണ് ഈ ഒരു തകർച്ചയുടെ പ്രധാന കല്ല് എന്ന് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നുണ്ട്. ഇത് പലതവണ തിരുത്താൻ ശ്രമിച്ചിട്ടും വിജയ് തയ്യാറായില്ല എന്ന സംഗീതയുടെ വാദം ഓരോ സിനിമാ പ്രേമിയും വേദനിപ്പിക്കുന്നത് തന്നെയാണ്. കുടുംബപരമായി ലഭിച്ച വലിയ ബിസിനസ് ഭാവി പോലും വിട്ടുകളഞ്ഞ് ഗ്രഹനായികയായി ഒതുങ്ങിയ താരപത്നിയായിരുന്നു ശ്രീലങ്കൻ തമിഴ് വംശജയായ സംഗീത. പൊതുവേദികളിൽ പോലും അത്യപൂർവമായി മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന അവർക്ക് ഏറെ ആരാധകരുമുണ്ട്. ശ്രീലങ്കയിലും ചെന്നൈയിലും ബിസിനസ്സുകളുള്ള സ്വർണ്ണലിംഗത്തിന്റെ മകളായ സംഗീതയുടെ പേരിൽ മാത്രം 400 കോടിയുടെ ബിസിനസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. വിജയുമായി അകന്നു കഴിയുന്ന അവർ പിതാവിന്റെ ബിസിനസ് നോക്കി നടത്തുകയായിരുന്നു. തുടർന്നും സംരംഭകയായി മുന്നോട്ട് പോകാനാണ് സംഗീതയുടെ തീരുമാനമെന്നും രാഷ്ട്രീയത്തിലോ താരപദവിയിലോ പ്രശസ്തിയിലോ താല്പര്യമില്ലാത്ത അവർ കുട്ടികൾക്കൊപ്പം സമാധാനപൂർണമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്നും സംഗീതയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്ന പോലെ തന്നെ സെലിബ്രിറ്റികളുടെ ജീവിതത്തിലും മക്കൾ തന്നെയാണ് ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നീ മക്കളുടെ പഠനം പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് സംഗീത ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത്. ഇതൊക്കെ അവരുടെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളാണ്. മകൾ പഠനാർത്ഥം ലണ്ടനിൽ താമസിക്കുമ്പോൾ തന്നെ സംഗീതയും അവിടെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. ചെന്നൈയിൽ നിന്നും ലണ്ടനിലേക്കുള്ള ഈ ഒരു ദൂരം വെറും ഭൂമിശാസ്ത്രപരമല്ല, മറിച്ച് മനസ്സുകൊണ്ട് അവർ എത്രമാത്രം അകന്നു എന്നതിന്റെ ഒരു തെളിവാണ്. ഇനി മകൻ സഞ്ജയുടെ പ്രതികരണം എന്താണെന്നറിയില്ല. അതായത് ഒരു തലമുറയുടെ മാറ്റമാണ് നമുക്ക് ഇതിൽ കാണുന്നത്. ഈ വാർത്തകൾക്കിടയിലും ഏറ്റവും ശ്രദ്ധേയമായതും മകൻ ജെയ്സൺ സഞ്ജയുടെ നിലപാട് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ പിതാവിനെ അൺഫോളോ ചെയ്ത സഞ്ജയ് വിജയ് സേതുപതിയെ പോലെയുള്ള താരങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതും സൂചിപ്പിക്കുന്നത് എന്താണ്? പുതിയ തലമുറ തെറ്റുകൾക്കെതിരെയാണ് എന്നുള്ളത്. അത് സ്വന്തം അച്ഛനായാൽ പോലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല എന്നതാണ്. അമ്മയുടെ പക്ഷത്ത് നിൽക്കാൻ മകൻ കാണിച്ച ഈ ഒരു ധീരത വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിച്ഛായയും പൊതുസമൂഹത്തിന്റെ ചിന്താഗതിയും ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. തമിഴക വെற்றிക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന വിജയ്ക്ക് ഈ കുടുംബ പ്രശ്നങ്ങൾ ഒരു തിരിച്ചടിയാകുമോ? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരു നേതാവിനെ നോക്കുമ്പോൾ അയാളുടെ സ്വഭാവശുദ്ധിയും കുടുംബ ഭദ്രതയും ഒക്കെ വിലയിരുത്താറുണ്ട്. സ്വന്തം വീട് ഭരിക്കാൻ കഴിയാത്തവനാണോ നാട് ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലെ എതിരാളികൾ ഉയർത്തിക്കഴിഞ്ഞു. ഒരു നായകൻ എന്ന നിലയിൽ നിന്ന് ഒരു ഭരണാധികാരി എന്ന നിലയിലേക്കുള്ള വിജയുടെ ആ യാത്രയ്ക്ക് ഈ ഒരു വിവാഹമോചന വാർത്ത വലിയൊരു തടസ്സമാകുമോ എന്ന് നമ്മൾ കണ്ടറിയണം. ഇവിടെ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് വിജയ് പ്രഖ്യാപിച്ചത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ഒരു വിവാഹമോചന വാർത്തകൾ വിജയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കാൻ എതിരാളികൾ ഉപയോഗിച്ചേക്കാം. ഒരു തമിഴ് രാഷ്ട്രീയ നേതാവിന് ഫാമിലി മാൻ എന്നുള്ള ഇമേജ് വളരെ പ്രധാനമാണ്. എംജിആറിനും ജയലളിതയ്ക്കും ശേഷം തമിഴകം മറ്റൊരു സിനിമാ നായകനെ കാത്തിരിക്കുമ്പോൾ വ്യക്തി ജീവിതത്തിലെ ഇത്തരം പാഴ്ചകൾ വോട്ടർമാരുടെ ചിന്താഗതിയെ സ്വാധീനിച്ചേക്കാം.
ഇനി വിജയ് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്നതും അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ക്രീൻ ഇമേജും റിയൽ ലൈഫും തമ്മിലുള്ള വലിയ വ്യത്യാസം തന്നെയാണ്. മകൻ ജെയ്സൺ സഞ്ജയ് അച്ഛനെ അൺഫോളോ ചെയ്തതും സിനിമയിലേക്ക് വരുമ്പോൾ അച്ഛന്റെ പിന്തുണ വേണ്ടെന്ന് വെക്കുന്നതും ഒരു വലിയ രാഷ്ട്രീയ പരാജയമായി തന്നെ എതിരാളികൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്വന്തം മകനെ പോലും ഒപ്പം നിർത്താൻ കഴിയാത്ത ആള് എങ്ങനെ തമിഴ്നാടിനെ ഒരുമിപ്പിക്കും എന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ രാഷ്ട്രീയ ചർച്ചകളിൽ ഉയർന്നു കഴിഞ്ഞു. വിജയ് എന്ന വ്യക്തി ഇന്ന് രാഷ്ട്രീയത്തിലെ ഒരു പുതുമുഖം മാത്രമല്ല, ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഒരു പ്രതീക്ഷയാണ്. കുടുംബ പ്രശ്നങ്ങൾ വ്യക്തിപരമാണെങ്കിലും ഒരു പൊതുപ്രവർത്തകനാകുന്ന നിമിഷം മുതൽ അത് പൊതുസമൂഹത്തിൻ്റെതു കൂടിയാണ്. ഏപ്രിൽ 20 അദ്ദേഹം കോടതിയിൽ ഹാജരാകുമ്പോൾ അത് കേവലം ഒരു വിവാഹമോചന കേസ് മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവിന്റെ സത്യസന്ധതയുടെ പരീക്ഷണം കൂടിയായിരിക്കും. എന്തായാലും നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് കേവലം 2 വ്യക്തികളുടെ വേർപിരിയലല്ല, മറിച്ച് നമ്മുടെ സമൂഹം സെലിബ്രിറ്റികളെയും രാഷ്ട്രീയ നേതാക്കളെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിന്റെ ഒരു പ്രതിഫലനമാണ്. വിജയ് സംഗീത വിഷയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ചില പ്രധാന സാമൂഹിക പാഠങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ ആരാധിക്കുന്ന താരങ്ങളെ പലപ്പോഴും അമാനുഷികമായിട്ട് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സിനിമയിലെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന നായകനെ യഥാർത്ഥ ജീവിതത്തിലും അതേ പീഠത്തിലും നമ്മൾ പ്രതിഷ്ഠിക്കുന്നു. എന്നാൽ അവർക്കും സാധാരണ മനുഷ്യരെ പോലെ വീഴ്ചകളും പാളിച്ചകളും ഉണ്ടാകാം എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആരാധകർക്ക് പ്രയാസമാണ്. വിജയ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ ഒരു ഇമേജ് ബർഡൻ തന്നെയാണ്. തമിഴ്നാട് രാഷ്ട്രീയം എന്നും വികാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവിടെ ഒരു നേതാവിന്റെ കുടുംബജീവിതം എന്നത് അയാളുടെ രാഷ്ട്രീയ അടിത്തറ കൂടിയാണ്. മകൻ ജെയ്സൺ സഞ്ജയുടെ നിലപാടും സംഗീതയുടെ ആരോപണങ്ങളും ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് മാറുമ്പോൾ വിജയ് എന്ന നേതാവിന് തന്റെ അണികളെ ബോധ്യപ്പെടുത്താൻ വലിയ അധ്വാനം തന്നെ വേണ്ടിവരും. വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ പൊതുപ്രവർത്തനത്തിന് തടസ്സമാകണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഈ വിവാദങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയൊരു സന്ദേശം തന്നെയാണ്. വിജയം എന്നത് ബാഹ്യമായിട്ടുള്ള പ്രശസ്തിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരമോ മാത്രമല്ല, മറിച്ച് നമ്മെ സ്നേഹിക്കുന്നവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക കൂടിയാണ്. പണവും പ്രശസ്തിയും എത്രയുണ്ടായാൽ പോലും കുടുംബത്തിനകത്തുണ്ടാകുന്ന സമാധാനവും അതുപോലെ പരസ്പര ബഹുമാനവുമാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. 27 വർഷത്തെ ദാമ്പത്യം തകരുമ്പോൾ അവിടെ തോൽക്കുന്നത് വിജയ് എന്ന നടനല്ല, മറിച്ച് തമിഴകം കണ്ട മനോഹരമായിട്ടുള്ള ഒരു കുടുംബ സ്വപ്നമാണ്. എന്തായാലും ഏപ്രിൽ 20 കോടതിയിൽ എന്ത് സംഭവിക്കുമെന്നത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജനമനസ്സുകളിൽ വിജയ് എന്ന നായകനുണ്ടായ ഈ ഒരു വിള്ളൽ അത്ര പെട്ടെന്ന് നികത്താനൊന്നും കഴിയില്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഇനി നൽകുന്ന ഓരോ വാഗ്ദാനവും ജനങ്ങൾ അളക്കുക അദ്ദേഹത്തിന്റെ ഈ ഒരു ജീവിതത്തിലെ ഈ നിലപാടുകൾ വെച്ചായിരിക്കും. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം ആ കുടുംബത്തിന് സമാധാനവും തിരികെ വരട്ടെ എന്ന്. ഒപ്പം ഒരു കാര്യം കൂടി ഓർക്കാം, സ്ക്രീനിലെ നായകന്മാർ നമുക്ക് ആവേശമാകാം, പക്ഷെ യഥാർത്ഥ ജീവിതത്തിലെ നായകന്മാർ സ്വന്തം വീടിനുള്ളിൽ സ്നേഹവും സത്യസന്ധതയും പുലർത്തുന്നവരായിരിക്കണം. എന്തായാലും ഈ ചർച്ചയിലെ നിങ്ങളുടെ നിലപാട് എന്താണ്? വിജയുടെ രാഷ്ട്രീയ ഭാവിയെ ഇത് തകർക്കുമോ അതോ അദ്ദേഹം ഇതിനെ അതിജീവിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.